നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. രാജ്യത്തിന്റെ 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് തലസ്ഥാന നഗരി ഒരുങ്ങി. ഡൽഹിയിലെ ചരിത്ര പ്രസിദ്ധമായ ചെങ്കോട്ടയിൽ നടക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർച്ചയായി 13ാം തവണ ദേശീയ പതാക ഉയർത്തി. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി വന്ദേ മാതരം ആലപിച്ചു. വന്ദേ മാതരത്തിന്റെ 150ാം വാർഷികവും വികസിത ഭാരത് 2047 എന്ന ലക്ഷ്യത്തിലേക്കുള്ള യുവശക്തിയുടെ പങ്കാളിത്തവുമാണ് ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ പ്രധാന പ്രമേയങ്ങൾ. ദേശീയബോധവും യുവജനങ്ങളുടെ രാഷ്ട്ര നിർമ്മാണ പങ്കാളിത്തവും ഉയർത്തിപ്പിടിച്ചാണ് കേന്ദ്ര സർക്കാർ ഇത്തവണ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ അറിയിച്ച് പ്രധാനമന്ത്രി ധീര സ്വാതന്ത്ര്യ സമര സേനാനികളെ നമിച്ചു. സ്വാതന്ത്ര്യദിനത്തിന്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന 2047 വികസിത രാജ്യമാവുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ സ്വാതന്ത്ര്യദിന സന്ദേശം ആരംഭിച്ചത് വന്ദേ മാതരത്തോടെ. ദ്രൗപദി മുർമുവിന്റെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിനു മുന്നോടിയായി വന്ദേ മാതരത്തിന്റെ 6 സ്റ്റാൻസുകളും പൂർണ്ണമായി ആലപിച്ചു. തുടർന്ന് ദേശീയ ഗാനവും ആലപിച്ചു. ആദ്യമായാണ് രാഷ്ട്രപതിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശ ചടങ്ങിന്റെ രീതികളിൽ ഇത്തരമൊരു മാറ്റം. മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ പട്ടിക പുറത്തിറക്കി. വിവിധ സേനകളിലായി സ്തുത്യർഹ സേവനം കാഴ്ചവെച്ച 282 പേർക്കാണ് മെഡൽ. മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ വൈകിയത് ആഭ്യന്തര വകുപ്പിനുണ്ടായ ഗുരുതര വീഴ്ചയാണെന്ന് കഴിഞ്ഞ ദിവസം വാർത്തകൾ വന്നിരുന്നു. ഇതിന് പിന്നാലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇടപെട്ട് നടപടികൾ വേഗത്തിലാക്കുകയായിരുന്നു. പതിവായി സ്വാതന്ത്ര്യദിനത്തിന്റെ തലേന്നാണ് മെഡൽ പ്രഖ്യാപിക്കുന്നത്. എന്നാൽ ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാരണം ഇത്തവണ പട്ടിക വൈകുകയായിരുന്നു. രാഷ്ട്രപതിയുടെ സൈനിക മെഡലുകൾ പ്രഖ്യാപിച്ചു. പ്രതിരോധ സേനയിലും കേന്ദ്ര സായുധ പോലീസ് സേനയിലെയും ഉദ്യോഗസ്ഥർക്ക് 13 മരണാനന്തര ബഹുമതികൾ ഉൾപ്പെടെ 78 ധീരതാ അവാർഡുകളാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രഖ്യാപിച്ചത്. 9 കീർത്തി ചക്രയിൽ 7 എണ്ണം മരണാനന്തര ബഹുമതിയാണ്. മലയാളി സൈനിക ഉദ്യോഗസ്ഥൻ മേജർ തരുൺ വാസുദേവന് ശൗര്യചക്ര ലഭിച്ചു. ജമ്മു കാശ്മീരിൽ ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം തകർത്ത ഓപ്പറേഷനിൽ ധീരമായ സേവനം കാഴ്ചവെച്ചതിന് മേജർ തരുണിന് ശൗര്യചക്ര നൽകി രാജ്യം ആദരിക്കുന്നത്. റിട്ടയർഡ് കേണൽ AK വാസുദേവനാണ് തരുണിന്റെ പിതാവ്. 19 പേർക്ക് ശൗര്യചക്രയും 36 പേർക്ക് ധീരതയ്ക്കുള്ള സേനാ മെഡലുകളുമാണ് പ്രഖ്യാപിച്ചത്. സംസ്കൃത സർവകലാശാലയിൽ SFI സമരത്തിന്റെ ഭാഗമായി വൈസ് ചാൻസലറുടെ പ്രതീകാത്മക ശവദാഹ ചടങ്ങ് നടത്തിയ സംഭവത്തിൽ ശക്തമായ നടപടിയെടുക്കണമെന്ന് മുഖ്യമന്ത്രിക്ക് ഗവർണറുടെ നിർദ്ദേശം. ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രിയുടെ ഉറപ്പും. മുഖ്യമന്ത്രി VD സതീശൻ ഇന്നലെ ലോക് ഭവനിൽ എത്തിയപ്പോഴാണ് ഗവർണർ RV ആർലേക്കർ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. സംഭവത്തെ കടുത്ത ഭാഷയിൽ അപലപിച്ച സംസ്ഥാനത്തെ VC-മാരുടെ കൂട്ടായ്മ പ്രതിഷേധക്കുറിപ്പിറക്കി. വീഡിയോ ദൃശ്യങ്ങൾ ഉണ്ടായിട്ടും പ്രതികൾക്കെതിരെ ഇതുവരെ കേസെടുക്കാത്തതും ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തെക്കുറിച്ച് സംഭവം മോശം പ്രതിച്ഛായ ഉണ്ടാക്കുന്നുവെന്നും VC-മാർ വ്യക്തമാക്കി. ഇടുക്കിയിൽ അച്ഛനെയും അമ്മയും കൊലപ്പെടുത്തിയ പ്രതി ലഹരിക്ക് അടിമയെന്ന് പോലീസ്. നെടുങ്കണ്ടത്തിന് സമീപം എഴുകും വയലിലാണ് ഇരട്ട കൊലപാതകം നടന്നത്. പാറത്തറയിൽ ആന്റണി 59 വയസ്സ്, ഭാര്യ വത്സമ്മ 55 വയസ്സ് എന്നിവരെയാണ് മകൻ അജീഷ് കൊലപ്പെടുത്തിയത്. കൊലപാതകം നടത്തിയ ശേഷം പ്രതി ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി ബന്ധുവിന് അയച്ചുകൊടുത്തു. ബന്ധു ഇത് ഇടവക വികാരിക്ക് അയച്ചുകൊടുത്തതോടെയാണ് വിവരം പുറത്തറിഞ്ഞത്. നാട്ടുകാർ എത്തിയപ്പോൾ പ്രതി കത്തിയുമായി അക്രമാസക്തനായി നിൽക്കുകയായിരുന്നു. നെടുങ്കണ്ടം പോലീസ് എത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. ശേഷമാണ് വീട്ടിനുള്ളിലേക്ക് കയറാനായത്. ദമ്പതികളുടെ ശരീരത്തിൽ വെട്ടും കുത്തുമേറ്റിട്ടുണ്ട്. ആന്തരിക അവയവങ്ങൾ പുറത്തു വന്ന നിലയിലാണ് മൃതദേഹങ്ങൾ. അജീഷിന്റെ കൈക്ക് പരിക്കേറ്റു. ഇയാളെ പ്രാഥമിക ചികിത്സ നൽകി. സംഭവത്തിൽ അജീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിയായ പരമ്പരാഗത കർഷകൻ പ്രസീദ് കുമാർ അപൂർവം ഔഷധക്കൂട്ടുകളുടേതുമായ നാടൻ നെല്ലിനങ്ങളെ സംരക്ഷിക്കുന്നതിനൊപ്പം അവയുടെ കൂട്ടുകൾ തയ്യാറാക്കി പോഷക റൈസ് എന്ന പേരിലുള്ള അരി ഉൽപ്പന്നമായി വിപണിയിൽ എത്തിക്കുകയാണ്. 10 ഏക്കർ സ്ഥലത്താണ് പ്രസീദ് വിവിധ നാടൻ നെൽവിത്തുകൾ കൃഷി ചെയ്യുന്നത്. അപൂർവമായ കറുത്ത നെല്ലും രക്തശാലിയും ഉൾപ്പെടെ നിരവധി ഇനങ്ങൾ അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിലുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചാണ് പല അപൂർവ നെൽവിത്തുകളും പ്രസീദ് വയൽനാട്ടിൽ എത്തിച്ചത്. നിലവിൽ പ്ലാറ്റിനം, ഗോൾഡ്, സിൽവർ എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലാണ് പോഷക അരി ലഭിക്കുന്നത്. 10 നെല്ലിനങ്ങളുടെ കൂട്ടാണ് പ്ലാറ്റിനം വിഭാഗത്തിലുള്ളത്. ഗോൾഡനിൽ 8 ഇനങ്ങളും സിൽവറിൽ 6 ഇനങ്ങളുമുണ്ട്. മുൻകൂർ ബുക്കിംഗിലൂടെയാണ് കേരളത്തിന് പുറമെ വിവിധ സംസ്ഥാനങ്ങളിലേക്കും അരി എത്തിക്കുന്നത്. 3 വിഭാഗങ്ങളിലുമായി പ്രതിമാസം ഏകദേശം 1000 കിലോ പോഷക അരിയാണ് പ്രസീദ് വിൽക്കുന്നത്. കേരളത്തിന് മാരിടൈം മേഖലയിൽ നിർണായക അധ്യായത്തിന് തുടക്കമാകുന്നു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ ഓഗസ്റ്റ് 18-ന് ആരംഭിക്കും. ഇതോടെ വിഴിഞ്ഞം കേരളത്തിന്റെ മാത്രമല്ല രാജ്യത്തിന്റെ തന്നെ പ്രധാന അന്താരാഷ്ട്ര ചരക്ക് കവാടങ്ങളിലൊന്നായി മാറുന്നതിനുള്ള
നിർണായക ചുവടുവെപ്പാണ് നടക്കുന്നത്. അപൂർവ ആരാധക സ്നേഹത്തിന്റെ അനുഭവം പങ്കുവെച്ച് നിർമ്മാതാവ് ആന്റോ ജോസഫ് പുതിയ സിനിമയുടെ ലൊക്കേഷൻ കണ്ട് കാരക്കുടിയിൽ നിന്ന് കേരളത്തിലേക്ക് മടങ്ങുന്നതിനിടെ മമ്മൂട്ടിക്കും സംഘത്തിനും വഴിതെറ്റി. തമിഴ്നാട്ടിൽ നിന്ന് മടങ്ങവെ തിരുപ്പത്തൂരിൽ ഹൈവേ ബ്ലോക്ക് ചെയ്തതിനെ തുടർന്ന് യാത്ര തടസ്സപ്പെട്ടു. ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ പല വഴി കറങ്ങിയെങ്കിലും രക്ഷയുണ്ടായില്ല. തിരിച്ചുപോകാൻ ഒരുങ്ങവേ പട്ടമംഗലം എന്ന സ്ഥലത്ത് പെട്രോൾ പമ്പിൽ പരിചയപ്പെട്ട പാണ്ഡ്യൻ എന്ന യുവാവ് സഹായത്തിനെത്തുകയായിരുന്നുവെന്ന് ആന്റോ ജോസഫിന്റെ കുറിപ്പിൽ പറയുന്നു. കാറിൽ മമ്മൂട്ടിയാണെന്ന് മനസ്സിലാക്കിയ പാണ്ഡ്യൻ ബൈക്കെടുത്ത് മുന്നിൽ യാത്ര ചെയ്തു. തന്നെ പിന്തുടരാൻ ആവശ്യപ്പെട്ടു. 10 കിലോമീറ്ററോളം ദൂരം പുലർച്ചെ 4:30 അടുത്ത സമയത്ത് പാണ്ഡ്യൻ തങ്ങൾക്ക് മുന്നിൽ വഴികാട്ടിയായി സഞ്ചരിച്ചുവെന്ന് ആന്റോ ജോസഫ് കുറിച്ചു. മമ്മൂട്ടിയെ കൂടാതെ ഡ്രൈവർ ഉണ്ണി, ജോർജ്, പിഷാരടി, ആന്റോ ജോസഫ് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. എറണാകുളത്ത് നിന്ന് ബംഗളൂരുവിലേക്കുള്ള വന്ദേ ഭാരത് തീവണ്ടിയിൽ അണലിയെ ചത്ത നിലയിൽ കണ്ടെത്തി. എറണാകുളത്ത് നിന്ന് തീവണ്ടി പുറപ്പെടും മുമ്പ് C6 കോച്ചിലാണ് സീറ്റിൽ ചത്ത പാമ്പിനെ കണ്ടത്. റെയിൽവേയുടെ ശുചീകരണ തൊഴിലാളികളെത്തി പാമ്പിനെ എടുത്തുമാറ്റിയ ശേഷമാണ് തീവണ്ടി പുറപ്പെട്ടത്. ഇതിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് റെയിൽവേ അധികൃതർ പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പില്ല. എങ്കിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ജാർഖണ്ഡിനും ഗംഗാതീര പശ്ചിമ ബംഗാളിനും മുകളിൽ തീവ്ര ന്യൂനമർദ്ദം തുടരുന്നു. ഇത് അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഗംഗാതട പശ്ചിമ ബംഗാളിനും ജാർഖണ്ഡിനും മുകളിലൂടെ സഞ്ചരിക്കാൻ സാധ്യത. അടുത്ത 12 മണിക്കൂറിനുള്ളിൽ ജാർഖണ്ഡ്, വടക്കൻ ഛത്തീസ്ഗഡ് മേഖലകളിലൂടെ പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ് ദിശകളിൽ നീങ്ങി ശക്തി കൂടിയ ന്യൂനമർദ്ദമായി ദുർബലപ്പെടാൻ സാധ്യത. സംസ്ഥാനത്ത് ഈ മാസം 18 വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വരും മണിക്കൂറിൽ ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മറ്റു ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഭൂമി തരംമാറ്റം ചെയ്യുമ്പോൾ നിലത്തിന് ന്യായവില അടിസ്ഥാനമാക്കി ഫീസ് നിശ്ചയിക്കുന്ന വിധത്തിൽ നിയമ ഭേദഗതി വന്നേക്കും. നിലവിൽ പരിവർത്തനം ചെയ്യുന്ന ഭൂമിയോട് ചേർന്നുള്ള പുരയിടത്തിന്റെ ന്യായവില അടിസ്ഥാനമാക്കിയാണ് തരം മാറ്റുന്നതിന് ഫീസും സ്ലാബും നിശ്ചയിക്കുന്നത്. ഇത് കാരണം വലിയ തുക നൽകേണ്ടി വരുന്നതായി വ്യാപകമായ പരാതി ഉയർന്നിരുന്നു. 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൽ സമഗ്ര മാറ്റം വരുത്താനുള്ള പരിശോധനകൾ റവന്യൂ വകുപ്പ് തുടങ്ങി. തരംമാറ്റത്തിന്റെ ഫീസ് കുറയാനാണ് സാധ്യത. പുരയിടത്തിന്റെ ന്യായവില കണക്കാക്കി തരംമാറ്റത്തിനുള്ള ഫീസ് നിശ്ചയിക്കുന്നതിൽ കാലതാമസം വരുന്നതായുള്ള ഉദ്യോഗസ്ഥരുടെ ആക്ഷേപത്തിനും ഇത് പരിഹാരമാകും. തരംമാറ്റത്തിലെ കാലതാമസം ഒഴിവാക്കിയാണ് നിയമ ഭേദഗതിയുടെ പ്രധാന ഉദ്ദേശം. ദേശീയപാതയോരത്ത് വീട്, വാണിജ്യ സ്ഥാപന നിർമ്മാണത്തിനുള്ള ദൂരപരിധി പുതുക്കി നിശ്ചയിച്ച സുപ്രീം കോടതി ഇടക്കാല ഉത്തരവ് കേരളത്തിന്റെ തീരദേശ മേഖലയ്ക്ക് തിരിച്ചടിയാകും. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 9 ജില്ലകളിലെ ലക്ഷക്കണക്കിന് പേരെ ബാധിക്കും. പുതുക്കിയ ദൂരപരിധി സംബന്ധിച്ച് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം ഏകീകൃത വിജ്ഞാപനം പുറപ്പെടുവിക്കാനാണ് കോടതി നിർദ്ദേശം. വിജ്ഞാപനത്തിൽ ഉൾപ്പെടുന്ന ഭൂമി സർക്കാർ ഏറ്റെടുക്കുമോ എന്നതിൽ വ്യക്തതയില്ല. ദേശീയപാതയുടെ മധ്യഭാഗത്ത് നിന്ന് ഇരുവശത്തേക്കും 40 മീറ്ററിനുള്ളിൽ വീടിനും 75 മീറ്റർ പരിധിയിൽ വാണിജ്യ സ്ഥാപനങ്ങൾക്കും നിർമ്മാണ അനുമതി ലഭിക്കില്ല. സ്വാതന്ത്ര്യസമര സേനാനി വിനായക് ദാമോദർ സർവക്കറുമായി ബന്ധപ്പെട്ട ക്വിസ് ചോദ്യം തയ്യാറാക്കിയതിന് സസ്പെൻഡ് ചെയ്യപ്പെട്ട അധ്യാപകന്റെ ഹർജിയിൽ കേരള ഹൈക്കോടതി വ്യാഴാഴ്ച കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ പ്രതികരണം തേടി. ഗുരുപ്രസാദ് റായ് എന്ന അധ്യാപകൻ തനിക്കെതിരായ സസ്പെൻഷൻ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. കോടതി തന്റെ ഹർജിയിൽ തീരുമാനമെടുക്കുന്നതുവരെ സസ്പെൻഷൻ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അച്ചടക്ക നടപടികൾ ആരംഭിക്കാനുള്ള ഓപ്ഷൻ തുറന്നിരിക്കെ സസ്പെൻഷൻ ഉചിതമായ നടപടിയാണോ എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് ജസ്റ്റിസ് വിജു എബ്രഹാം ഹർജി പരിഗണിച്ചു. സംസ്ഥാനത്ത് ലോക്സഭാ, നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചുമതലയുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി ഡോക്ടർ ഡി സജിത് ബാബുവിനെ നിയമിച്ചു. സർക്കാർ നൽകിയ 3 അംഗ പട്ടികയിൽ നിന്നാണ് സജിത് ബാബുവിനെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചത്. കോഓപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്ട്രാർ, മൃഗസംരക്ഷണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി, സപ്ലൈകോ കമ്മീഷണർ, കാസർഗോഡ് ജില്ലാ കളക്ടർ തുടങ്ങിയ നിലകളിൽ ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ ജന്തർ മന്ദറിൽ നടന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിന് ഗുണ്ടകളെ നൽകിയ മുഹമ്മദ് ഫുർഖാനെ ഉത്തർപ്രദേശ് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. ഷാംലി ജില്ലയിലെ രംഗാന ഗ്രാമത്തോട് ചേർന്നുള്ള വനപ്രദേശത്ത് മുഹമ്മദ് ഫുർഖാനും കൂട്ടരും ഉണ്ടെന്നറിഞ്ഞ് UP പോലീസ് അവിടെ എത്തി. പക്ഷേ മുഹമ്മദ് ഫുർഖാൻ പോലീസിന് നേരെ വെടിവെച്ചു. പോലീസ് ഉദ്യോഗസ്ഥനായ ഹർവിന്ദറിന് വെടിയേറ്റു. UPയിലെ ഖൈരാനയിലെ കുപ്രസിദ്ധ ഗുണ്ടയാണ് ഇയാൾ. മുഖ്യംകാല ഗാങ്ങിന്റെ നേതാവാണ്. 30-ലധികം കേസ് ഇയാളുടെ പേരിലുണ്ട്. സംസ്ഥാന വ്യാപകമായി നടത്തിയ
പരിശോധനയിൽ ക്വിക്ക് കോമേഴ്സ് സൗകര്യങ്ങളിലും മറ്റു സ്ഥാപനങ്ങളിലും ഭക്ഷ്യസുരക്ഷാ വീഴ്ചകൾ കണ്ടെത്തിയതിനെ തുടർന്ന് മഹാരാഷ്ട്രയിലെ FDA 14 ലൈസൻസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു. ഈ നടപടിയുടെ ഭാഗമായി നോട്ടീസുകൾ, പിടിച്ചെടുക്കലുകൾ, FIRകൾ, ഭക്ഷ്യ ബിസിനസ്സുകൾക്ക് നിർദ്ദേശിച്ച ശുചിത്വ സംഭരണ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന മുന്നറിയിപ്പ് എന്നിവയും പുറപ്പെടുവിച്ചു. ബ്ലിങ്കിറ്റിന് 5 ലൈസൻസുകളും സെപ്റ്റോയ്ക്ക് 5 ലൈസൻസുകളും ഇൻസ്റ്റാമാർട്ടിന് 2 ലൈസൻസുകളും ഭഗവതി സ്റ്റോറിന് സ്വിൻഡ ENT പ്രൈവറ്റ് ലിമിറ്റഡിനും ഓരോ ലൈസൻസുകളും സസ്പെൻഡ് ചെയ്യപ്പെട്ടു. വിജയനഗരിയിൽ സ്വാതന്ത്ര്യദിന പതാക ഉയർത്തൽ ചുമതലയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് കർണാടക മന്ത്രി സമീർ അഹമ്മദ് ഖാന്റെ അഭ്യർത്ഥന വെള്ളിയാഴ്ച ചൂടേറിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കാരണമായി. ദേശീയ ഉത്സവത്തെ അദ്ദേഹം അനാദരിച്ചുവെന്നാരോപിച്ച് BJP അദ്ദേഹത്തെ സംസ്ഥാന മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടു. കിഴക്കൻ ഇന്തോനേഷ്യയിൽ ഫ്ലോറസ് ദ്വീപിൽ വൻ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത്. US ജിയോളജിക്കൽ സർവേയും ഇന്തോനേഷ്യൻ അധികൃതരും അറിയിച്ചു. ഇതേ തുടർന്ന് സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചുവെങ്കിലും പിന്നീട് അത് പിൻവലിച്ചു. നൂറുകണക്കിന് പേരെ ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ചു. കുറഞ്ഞത് 2 പേർ മരിച്ചു. നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാട് സംഭവിക്കുകയും ചില കെട്ടിടങ്ങൾ തകരുകയും ചെയ്തിട്ടുണ്ട്. ഇന്തോനേഷ്യൻ സമയം ശനിയാഴ്ച രാവിലെ 5:58-നാണ്, അതായത് ഇന്ത്യൻ സമയം രാവിലെ 3:28-ന് ഭൂചലനമുണ്ടായത്. ആദ്യത്തെ ഭൂകമ്പം പുലർച്ചെ 4:58-ന് 15 കിലോമീറ്റർ താഴ്ചയിൽ രേഖപ്പെടുത്തിയതായി BMKG അറിയിച്ചു. പ്രധാന ഭൂകമ്പത്തിന് ശേഷം നിരവധി തുടർചലനങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇറാനുമായുള്ള സംഘർഷത്തിനിടെ അമേരിക്കയ്ക്ക് കുറഞ്ഞത് 45 MQ-9 റീപ്പർ നിരീക്ഷണ ആക്രമണ ഡ്രോണുകൾ നഷ്ടപ്പെട്ടു. ഇത് അവരുടെ പ്രവർത്തന കപ്പലിന്റെ 4/1 പ്രതിനിധീകരിക്കുന്നു. നികുതിദായകർക്ക് $1.3 ബില്യൺ സാമ്പത്തിക നഷ്ടം വരുത്തിവെക്കാൻ സാധ്യതയുണ്ടെന്ന് US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദ വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. ഇറാനുമായുള്ള യുദ്ധത്തിന് ശേഷം ഹോർമസ് കടലിടുക്ക് അമേരിക്കയുടെ ഒരു പ്രദേശമായി പ്രഖ്യാപിക്കാൻ പദ്ധതിയിടുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതായി ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. ഹോർമസ് കടലിടുക്കിനുമേൽ ഇരു രാജ്യങ്ങളും നിയന്ത്രണ അവകാശവാദം ഉന്നയിക്കുന്നത് തുടരുന്നതിനിടെ USഉം ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ തുടരുന്നതിനിടയിലാണ് ഈ സംഭവം. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.